CPM-ഉം പാർട്ടി മുഖപത്രവും കൊണ്ടുവന്ന വിഴിഞ്ഞത്തെ ഇപ്പോഴത്തെ ഈ കോലാഹലങ്ങളുണ്ടോ, അദാനിയുടെ ഓഹരി വിറ്റ സംഭവം, ആ സംഭവം ഇവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഒരു തരത്തിലേക്കാണ്. കറക്റ്റ് ബൂമറാങ്ങാണ്. കാരണം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കെ രാഗേഷ് നടത്തിയൊരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ്. അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന, അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കണ്ണൂർ ലോബി, പാർട്ടിയിലെ കണ്ണൂർ ലോബി അതിശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു. അവർ കൊടുക്കുന്ന ഒരു സൂചന, കെ രാഗേഷിനെയാണ് അവർ ഉന്നവിടുന്നെങ്കിൽ പോലും ആ ഒളിയമ്പ് ചെന്ന് തറയ്ക്കുന്നത് ഗോവിന്ദന്റെയും പിണറായിയുടെ നെഞ്ചിൽ. അത് ഉറപ്പാണല്ലോ. കാരണം കണ്ണൂർ ചെല്ലുമ്പോൾ പിണറായിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കാൻ കണ്ടിട്ടില്ലേ കെ രാഗേഷ്? ഇത് ഇന്നലെ തുടങ്ങി വെച്ചത് ഇ.പി. ജയരാജൻ. അതിന് പിന്നാലെ കെ ശൈലജയും ഏറ്റവും ഒടുവിലായി PK ശ്രീമതിയും രംഗത്ത് വന്നു. അതായത് എന്താണോ പിണറായിയും പാർട്ടി മുഖപത്രവും പറയുന്നത് അതിന് നേരെ ഓപ്പോസിറ്റാണ് ഇവർ സംസാരിക്കുന്നത്. മാത്രമല്ല, വി.ഡി. സതീശൻ മുഖ്യമന്ത്രി വെച്ചൊരു ചോദ്യമുണ്ട്, കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് CPM ജില്ലാ സെക്രട്ടറിക്ക് എന്താണ് വിഴിഞ്ഞത്തിൽ കാര്യമെന്ന്. അദ്ദേഹം എന്നെക്കൊണ്ട് കൂടുതൽ പറയിക്കരുത് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഇതിനകത്ത് കെ രാഗേഷ് മറുപടി ഇട്ട് കേട്ടോ, ഇയാൾ രാജാവാണ്. ഇയാൾ ഒരു കാര്യമുണ്ട്, ഓരോന്നിനും ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഇതിനകത്ത് പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം ഇ.പി. ജയരാജൻ, കെ ശൈലജയും PK ശ്രീമതിയൊക്കെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. ഈ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്നുള്ള നിലയിൽ അവർക്ക് ഈ സംസ്ഥാനത്തെ വിഷയങ്ങളിൽ അവർക്ക് കൃത്യമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ സാധിക്കും. പക്ഷേ ഇവിടെ നടന്നു പോരുന്ന എന്താണ്, ഇവിടുത്തെ ആൾക്കാരെല്ലാം ഈ പിണറായിയെ പേടിച്ച് MV ഗോവിന്ദൻ പിണറായിയും സ്വീകരിക്കുന്ന നയത്തിനൊപ്പം നിൽക്കുകയാണ്. ഇപ്പം ഇന്നലെ ഇ.പി. ജയരാജൻ എന്തായിരുന്നു പറഞ്ഞത്? ഇ.പി. ജയരാജൻ പറഞ്ഞത് ശരിയല്ല, ഈ പദ്ധതി ഇല്ലാതാക്കരുതെന്നാണ്. ഞാൻ ആരുടെയും പേര് ആരോപണമൊന്നും ഉന്നയിച്ചിട്ടില്ല. വെറുതെ ആരോപണം ഇതൊക്കെ കൊണ്ടുവന്ന് വെറുതെ നമ്മൾ കേരളത്തിന് ഗുണകരമായി മാറുന്ന ഈ ഒരു പദ്ധതി ഇല്ലാതാക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം രൂക്ഷമായി അലടിച്ചു. അത് ശക്തമായി തന്നെ പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ്, CPM-നോ മുൻ സർക്കാരിനും CPM-നും യാതൊരു ആശയക്കുഴപ്പവുമില്ല. കരാറ് പാലിക്കാനുള്ളതാണ്. അദാനി പറഞ്ഞതിനപ്പുറം വേറൊന്നുമില്ല. കരാർ ഈ അദാനിയും സർക്കാരുമായിട്ട് ഒരു കരാറുണ്ട്. ആ കരാർ വ്യവസ്ഥ ലംഘിച്ച് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്വീകരിച്ച ആ കരാർ തന്നെയാണ്, ആ കരാറാണ് തുടർന്ന് പോകുന്നതെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇതെല്ലാം കൊണ്ട് ഉണ്ടാക്കി വെച്ചത് ആരാണ്? നീയൊക്കെ തന്നെ ഉണ്ടാക്കിയത്. ഇവർ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഈ വെറുതെ വിവാദങ്ങളുടെ പേരിൽ കേരളത്തിന് ഗുണകരമായ പദ്ധതി നശിപ്പിച്ച് കളയരുത്, വെറുതെ വിവാദങ്ങൾ വലിച്ചിരിക്കാതിരിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരെ ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ചുമ്മാതെ ഒരു നമ്പറാണ്, അത് ചുമ്മാ പറഞ്ഞാണ്, അത് കോമണൈസ് ചെയ്തപ്പോൾ പറഞ്ഞാണ്. പക്ഷേ ഇത് ഇവിടെ എന്താ പ്രശ്നം? അത് കഴിഞ്ഞപ്പോഴാണ് കെ ശൈലജ പറയുന്നത്, ഈ കെ രാഗേഷിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ CPM-ന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, ദിവ്യ എസ് അയ്യരെ തുറമുഖത്തിൻ്റെ CEO സ്ഥാനത്തു നിന്ന് മാറ്റി. അദാനി പോർട്സ് വിഴിഞ്ഞം പോർട്ടിൻ്റെ MD സ്ഥാനത്തു നിന്ന് മാറ്റി. ആ മാറ്റിയത് ശരിയായില്ല എന്നായിരുന്നു ഇവരുടെ പ്രസ്താവന. അതിനെയാണ് നമ്മുടെ സതീശൻ പറഞ്ഞത്, അതാത് കാലത്ത് അതാത് സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോൾ ഒരു പോസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക സ്വാഭാവികമാണ്. അത് തന്നെ ഇന്നലെ ശൈലജ ആവർത്തിച്ചു. ശൈലജ ഇന്നലെ ആവർത്തിച്ചെങ്കിലും ഇന്നിപ്പോൾ മാറ്റി പറഞ്ഞു. ഇന്നലെ ശൈലജ ആവർത്തിച്ചത് കെ രാഗേഷ് പറഞ്ഞത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് ശൈലജ പറഞ്ഞത്. കെ രാജേഷ് പിന്നെ എന്തോ ഈ പറഞ്ഞ കെ രാജേഷ് പറഞ്ഞത് എന്താണ്, ദിവ്യ എസ് അയ്യരെ മാറ്റിയത് ശരിയല്ല എന്നാണ്. അപ്പോൾ ഇതെല്ലാം കെ ആയതുകൊണ്ട് കെ ശൈലജ വന്നിട്ട് പറയുന്നു അതിനകത്ത് പറഞ്ഞത് ശരിയല്ല, അയാൾ പറഞ്ഞത് ശരിയല്ല. ഓർക്കണം, CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ഏറ്റവും പവർഫുൾ പോസ്റ്റ് ഇരിക്കുന്ന ആളാണ് കെ രാജേഷ്. അങ്ങനെ ഈ അദ്ദേഹം പറഞ്ഞതിനകത്ത് തെറ്റി ചൂണ്ടിക്കാട്ടി. പക്ഷേ ഇന്നിപ്പം കെ ശൈലജയ്ക്ക് നിലപാട് മാറ്റേണ്ടി വന്നു. അതങ്ങനെയാണല്ലോ. ഇന്നലെ പറഞ്ഞ കൂട്ടത്തിൽ ചിറ്റപ്പനേ ഉള്ളൂ നിലപാട് മാറ്റാത്തത്. ശൈലജയ്ക്ക് നിലപാട് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. നിലപാട് മാറ്റേണ്ടി വന്നാൽ അവർ പറഞ്ഞിരിക്കുന്നത് ഈ കെ രാഗേഷ് പറഞ്ഞതിനകത്ത് ഈ ദിവ്യ എസ് അയ്യരെ നീക്കിയതിനെ സംബന്ധിച്ച് എന്തോ ദുരൂഹതയുണ്ട്. അത് എന്തോ അതിനകത്ത് എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് അറിയണമെന്ന് ഇന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇന്നലെ അവർ പറഞ്ഞത് എന്താണ്, ഇതൊന്നും ആരും അറിയേണ്ട കാര്യമില്ല, അതാണ്. അപ്പോൾ ഇന്ന് PK ശ്രീമതി എന്ന് പറഞ്ഞിരിക്കുന്നത് കെ രാഗേഷ് സംസാരിച്ചത് ശരിയല്ല, ആവിലുമില്ല ദുനിയാവിലുമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കരുത് എന്നാണ് PK ശ്രീമതി. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഫലത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പറഞ്ഞ ഒന്നും ശരിയല്ലെന്നാണ് അവർ പറയുന്നത്. പിണറായി പറയണത് ശരിയല്ല എന്നുള്ളതിൻ്റെ കാരണമാണ്. പിണറായിയുടെ ഇയാൾ ഇദ്ദേഹം പറഞ്ഞ ഒന്നും ശരിയല്ല.
ദിവ്യാസ് അയ്യരെ മാറ്റിയ സംഭവത്തിൽ ആവിലുമില്ല ദുനിയാവില്ല രീതിയിൽ സംസാരിക്കരുത്. വിഴിഞ്ഞത്തിൽ EP ജയരാജൻ്റെ നിലപാട് തന്നെയാണ് തനിക്ക്. ദിവ്യാസ് അയ്യർ പ്രഗത്ഭ ഉദ്യോഗസ്ഥയാണ്. ഏത് സർക്കാരായാലും അവരോട് വിധേയത്വം പുലർത്തുന്ന ആളുമാണ്. അവരുടെ മാറ്റം സ്വാഭാവികമാണ്. അവർ എന്തെങ്കിലും അനീതി കാട്ടിയില്ലെന്ന് കരുതുന്നില്ല. കാരണം പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. ജോൺ ബ്രിട്ടാസിൻ്റെ അഭിപ്രായം തനിക്കില്ല. സർക്കാർ തീരുമാനം പോലെയാണ് മാറ്റം വരുന്നത്. KK രാഗേഷിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്നില്ല. രാഗേഷ് ഇക്കാര്യം പറയുമ്പോൾ കാരണങ്ങൾ കൂടി വ്യക്തമാക്കണം, എന്നാലേ ആളുകൾക്ക് വല്ലതും വ്യക്തമാകുകയുള്ളൂ. അതാണ് പോയിന്റ്. അതാണ് പറഞ്ഞത്. KK രാഗേഷ് ഇത് പറയുമ്പോൾ കാരണം വ്യക്തമാക്കണം. അല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞാൽ എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇവർ ശൈലജ പറഞ്ഞത് വിവാദ വിഷയമാക്കേണ്ട കാര്യമില്ല. സർക്കാർ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ദിവ്യയെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ഇദ്ദേഹം ഉന്നയിച്ചതിന് മറുപടിയായിട്ടാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം നമ്മൾ ഇതിനകത്ത് ചിന്തിക്കേണ്ട കാര്യം, ഇതിനകത്ത് വരികൾക്കിടയിലൂടെ നമ്മൾ വായിക്കുക. ഈ 3 പേരും പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് CPM ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന പൊതുനയത്തിന് നേരെ ഓപ്പോസിറ്റ്. കണ്ണൂരിലെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല എന്ന് പറഞ്ഞാൽ കണ്ണൂർ തന്നെയാണ്. അവിടെ പിണറായിക്കും ഗോവിന്ദനുമെതിരെ ഒരു വലിയ ശാക്തിക ചേരി രൂപം കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായി. അതാണ് അതിൽ വന്നിരിക്കുന്ന ഇപ്പം ശ്രീമതിക്കറിയാം. ശ്രീമതി വളരെ കലിപ്പ് നിൽക്കുന്ന ഒരാളാണ്. അവരെ ഒതുക്കാവുന്നതിന് പരമാവധി ഒതുക്കി അവരുടെ മകനിട്ട് പണി കൊടുത്തു. ശൈലജയെ ഒതുക്കി, ഈ പറയുന്ന EP ഒതുക്കി, ഇവരെ എല്ലാം ഒതുക്കി. അപ്പോൾ ഈ ഒതുക്കപ്പെട്ടവരെല്ലാം കൂടെ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ലോബി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം കൂടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. പിണറായിയുടെ കാര്യം കട്ടപ്പുകയാണ്, അതിന് യാതൊരു സംശയവും വേണ്ട. ഇത് ഇന്നിപ്പം ചെറിയ ചെറിയ പൊട്ടലായിട്ട് വരും. ഇനിയിപ്പോൾ ഇവർ അടുത്തടുത്ത വിഷയങ്ങളിൽ പിടിച്ച് കൂടുതൽ വിശദീകരണമായിട്ട് വരുന്നതോടെ ഇത് ആകെപ്പാടെ പ്രശ്നം. ഈ പാച്ചും ഗോപാലിനുമാണ് ഈ പാർട്ടി നശിപ്പിച്ചതെന്നുള്ളത് അവർ ഉറപ്പായി കഴിഞ്ഞു. അവർക്ക് പാർട്ടി ആളുകൾക്ക് മനസ്സിലായി. ഇവർ രണ്ടുപേരും കൂടെയാണ്, ഈ പിണറായിയും MP ഗോവിന്ദനും കൂടെയാണ് ഈ പാർട്ടി നശിപ്പിക്കുന്നത് എന്നുള്ള കാര്യം പാർട്ടിയുടെ കണ്ണൂർ ജില്ലയിലെ ഇത്രയും കാലം ഇവർ എന്ത് പറഞ്ഞാലും നല്ല അംഗീകരിച്ചിരുന്ന അണികൾ പോലും മനസ്സിലാക്കി എന്നുള്ളൊരു ഉദാഹരണമാണ് തലപ്പറമ്പിലും ഒക്കെ. ഇത് ശരിക്കും തുടങ്ങി വെച്ച MP ജയരാജനാണ്. പക്ഷേ അയാൾക്ക് തല വലിച്ച് ഓടേണ്ടി വന്നു. പറയേണ്ടി വന്നു. അതെ, MP ജയരാജനാണ് ഈ പരിപാടി തുടങ്ങി വെച്ചത്. അദ്ദേഹം അവിടുന്ന് നടപടി അദ്ദേഹം ആരംഭിച്ചതിന് അദ്ദേഹത്തിന്റെ മണ്ടയ്ക്ക് കയറി അവസാനം അദ്ദേഹത്തിന് തിരിച്ചു പറഞ്ഞ് മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടേണ്ടി വന്നു. പക്ഷേ അങ്ങേര് പോയിടത്തെ പുറകെ ഇവര് പൊന്തി വന്നു. ഓരോരുത്തരായിട്ട് ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒരാൾ എണ്ണീറ്റെന്ന് പറഞ്ഞ് മറ്റൊരു സൈഡിൽ നിന്ന് ഇതിങ്ങനെ അലയൊലികളായിട്ട്. ഇത് കണ്ണൂരിൻ്റെ ഒരു പൊതുവികാരമാണ്. KK രാഗേഷ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറിയെയും MP ഗോവിന്ദൻ എന്ന സംസ്ഥാന സെക്രട്ടറിയും പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെയും കണ്ണൂരിലെ CPM അംഗീകരിക്കുന്നില്ല. മാത്രമല്ല ഈ അവിടുത്തെ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞ ആൾ മനുഷ്യബന്ധമുള്ള ആളാണോ? സദാസമയം ഇങ്ങനെ ബലം പിടിച്ച് ഇങ്ങനെ നടക്കുന്നത്? ഇദ്ദേഹമാണ് ചോദിക്കുന്നത് VD സതീശൻ രാജാവാണോ? ഒരു രാജാവിന് മറ്റേ വിളക്കെടുത്തോണ്ട് നടന്ന ആളാണ്. അല്ല, ഇയാൾക്ക് എന്താ അവിടെ കാര്യം എന്നുള്ളതിന് മറുപടി ഇപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടില്ല. കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് മാത്രമല്ല എല്ലാവർക്കും, ഈ നാട്ടിലുള്ള എല്ലാവർക്കും അവിടെ കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് വഴവടുമ്പോൾ മട്ടിപ്പോയതേ ഉള്ളൂ. അദ്ദേഹത്തെ ചോദിച്ചതിന് മറുപടി വേണം. ഇല്ല, അതെ, അത് കൃത്യമായി VD സതീശൻ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും KK രാഗേഷിനെ ഉന്നം വയ്ക്കുന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് കൊള്ളുന്നത് പിണറായിക്കും ഗോവിന്ദനുമാണ്.